അതുപോലെ എക്കണോമിക്കലി ഉള്ള ചേഞ്ചസ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഇറാനിൽ നടന്നിരിക്കും. ഈ 2043 ഇറാൻ വലിയൊരു സമ്പന്നമായിട്ടുള്ള രീതിയിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസും മറ്റ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള അതിലെത്തുമെന്നുള്ള 100%. ഈ ഒരു വാറിൽ ഇറാന് മേൽക്കൈ നേടുമെന്നുള്ള 100%. അമേരിക്കയുടെ നാണം കെട്ടു പോകുമെന്നുള്ള ഒരു സത്യം കൂടെ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഒരു ശക്തിയുടെ മുമ്പിൽ കീഴടങ്ങാത്തായിട്ടുള്ള ഒരു പവർ ഇന്നിപ്പം ഇറാൻ ആർജിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 248 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു ഈ പ്ലൂട്ടോ വന്നിട്ടൊരു കോമ്പിനേഷനിൽ വന്നു. അതിന്റെ ഓരോ കാര്യങ്ങൾ സഹിതം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നെപ്റ്റ്യൂണും ശുക്രനും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. നെപ്റ്റ്യൂണ് ശുക്രന്റെ മേളിൽ പാസ് ചെയ്യുന്നു, കൂടാതെ ശുക്രന്റെ മേളിൽ പാസ് ചെയ്യുന്നു. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റ് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പ്ലാനറ്റ് ആണ്. ഇതിലെ പല രാജ്യങ്ങളും ഇറാന്റെ മേളിലോട്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ് പല രീതിയിൽ വർക്ക് ചെയ്യാനും ഇറാൻ അതിൽ നിന്ന് മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സുഹൃത്തുക്കൾ, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് പറയുന്നത്. ഇറാന്റെ ഇന്നത്തെ ഒരു സ്ഥിതി കാരണം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പല രാജ്യങ്ങളെ പിടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇറാന്റെ ഈ വാർ എന്ന് തീരുമെന്നും അല്ലെ ബാക്കിയുള്ള ഈ ഇന്നത്തെ ഈ സിറ്റുവേഷൻ കറണ്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ലെ ഇറാന്റെ ഫ്യൂച്ചർ എന്താകുമെന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വളരെ ജിജ്ഞാസ കാണും, ക്യൂരിയോസിറ്റി കാണും. പക്ഷെ അവിടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിവിടെ പറയാനുണ്ട്. പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഇറാന്റെ ആയിട്ടുള്ള ആ ഒരു ജിയോഗ്രാഫിക്കലി ഉള്ള ഇന്നത്തെ അല്ലെന്നില്ല ഒരു പല കാര്യത്തിലും ഇത്രയും നാളും ഇറാന് പൊളിറ്റിക്കലി വളരെ വീക്കായിരുന്നു. അപ്പം ഇറാന്റെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു മനുഷ്യന്റെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിലല്ല. നമ്മളിവിടെ പല സയൻസിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആയിട്ടുള്ള കറക്റ്റ് ആ ബർത്ത് ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അസ്ട്രോളജി പ്രകാരം. നമുക്ക് പക്ഷെ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ബൃഹനാടി പ്ലസ് മുണ്ടൈൻ അസ്ട്രോളജി. മുണ്ടൈൻ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെപ്പറ്റിയും അല്ലെന്നുവരിയിലെ രാജ്യങ്ങളെപ്പറ്റിയും ജിയോഗ്രാഫിക്കലി അല്ലെന്നുവരി ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ അല്ലെന്നുവരിയില് ഭൂമികുലുക്കം ഉണ്ടാകുക, അതുമല്ലെന്ന് സുനാമി ഉണ്ടാവുക, കൊടുങ്കാറ്റുണ്ടാവുക, അതുപോലെ കാലാവസ്ഥയുടെ ഒക്കെ വ്യതിയാനങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്താണ് കൂടുതലും മുണ്ടൈൻ അസ്ട്രോളജിയെ ആശ്രയിക്കുക. പക്ഷെ നമുക്ക് രാജ്യമായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും പ്രത്യേകിച്ച് ചില രാഷ്ട്രതന്ത്രജ്ഞര്, എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മുസോളിനി, ഹിറ്റ്ലർ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് അതുമല്ലെന്നതിലെ പഴയുള്ള ചില രാജകുടുംബങ്ങളെ അങ്ങനെയുള്ള രാജകുടുംബങ്ങളെയൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ അതല്ലെന്നൊരു ജോൺ ഓഫ് കന്നഡി, ജാക്കുലിൻ കന്നഡി ഇങ്ങനെ ചില ആൾക്കാരെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള പ്ലാനറ്റുകളെ കണക്ട് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ലീഡർഷിപ്പാണ്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് 3 ഗ്രഹങ്ങളെ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമ്മൾ പോയിന്റ് ടു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ യുറാനസ്, നെപ്റ്റ്യൂണ്, പ്ലൂട്ടോ. അപ്പൊ അതിന്റെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് പീരീഡ് ആണ്. സാധാരണ നമ്മളിവിടെ നമ്മുടെ മനുഷ്യന്റെ ബർത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ രാഹു കേതുക്കളൊക്കെ ശകലം ദൈർഘ്യമുള്ള 1.5 വർഷം, ബാക്കിയുള്ളത് വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ 1 വർഷം ദൈർഘ്യമുണ്ട്. അല്ലെന്നൊരില്ല ശനി 2.5 വർഷം. പക്ഷെ ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ലോങ് പീരീഡ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്ലൂട്ടോയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ 248 വർഷത്തിനിടയ്ക്കാണ് നവംബർ 19 പ്ലൂട്ടോ ഈ ഒരു പൊസിഷന് വന്നത്. പക്ഷെ ഇത് മാർച്ച് 2043 വരെ നീണ്ടു നിൽക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലൂട്ടോയുടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അസ്ട്രോളജിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ്. പ്രത്യേകിച്ച് അണ്ടർവേൾഡ്, ന്യൂക്ലിയർ വെപ്പൺസ്, അതുപോലെ പൊളിറ്റിക്കൽ ഷിഫ്റ്റിംഗ്, ആ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രത്തിന്റെ നേതൃത്വം മാറുന്നതുൾപ്പെടെ പൊളിറ്റിക്കലി ഉള്ള ചേഞ്ച് അല്ലെന്നൊരു ന്യൂക്ലിയർ വെപ്പൺസ് കണ്ടുപിടിക്കാനുള്ള സാധ്യത, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മളിവിടെ ഓരോ ഗ്രഹവുമായിട്ട് അനലൈസ് ചെയ്യും. ഇത്ര സിമ്പിൾ അല്ല. ഞാൻ കഴിഞ്ഞ ഈ ന്യൂക്ലിയർ ഇപ്പൊ ഒരു ഇറാന്റെ ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നടന്നിരുന്നു, ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടന്നിരുന്നു. അതിന്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇറാന് ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രസൻസ് ഉണ്ടാവുമെന്നും പറഞ്ഞ് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവര് ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്തു.
അപ്പൊ അത് ഓരോ കാര്യങ്ങളും ഇതുപോട്ടെ, ഇത് ഞാൻ പറഞ്ഞല്ല, ഇതിനു മുമ്പ് ഇങ്ങനൊരു വാർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന ഡേറ്റ് വാർ ഉണ്ടാവുന്ന ഒരു ലേഡി പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ ഒരു വലിയ സയൻസും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മളിവിടെ ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ഓരോ കണക്ടിവിറ്റിയുടെ വിത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 100% സംഭവിക്കുമെന്നാണ്. അതുപോലെ ഇപ്പൊ നെപ്റ്റ്യൂണിന്റെ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത ഇപ്പൊ ഏരീസിലാണ്. അപ്പൊ ഏരീസിലോട്ട് ഇനി ഇപ്പൊ സാറ്റാണ്, ശനി ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഒരു കൺജഷൻ പോയിന്റ് ആണ്. കൺജഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 3.2 ഡിഗ്രി ഒക്കെയാണ് അലൈൻ ചെയ്യുന്നത്. പക്ഷെ ഇത് രണ്ടും ഒരു രാശിയിലോട്ട് ഏരീസിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറാനിൽ മേജർ പൊളിറ്റിക്കൽ ഷിഫ്റ്റിംഗ് നടക്കും, മേജർ പൊളിറ്റിക്കൽ ചേഞ്ച് നടക്കും. അതുപോലെ എക്കണോമിക്കലി ഉള്ള ചേഞ്ചസ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഇറാനിൽ നടന്നിരിക്കും. ഈ 2043 ഇറാൻ വലിയൊരു സമ്പന്നമായിട്ടുള്ള രീതിയിലൊക്കെ ന്യൂക്ലിയർ വെപ്പൺസും മറ്റ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള അതിലെത്തും എന്നുള്ള 100%. അതിന്റെ ഓരോ കാര്യങ്ങൾ സഹിതം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വാറിൽ ഇറാന് മേൽക്കൈ നേടുമെന്നുള്ള 100%. അമേരിക്കയുടെ നാണം കെട്ടു പോകുമെന്നുള്ള ഒരു സത്യം കൂടെ മനസ്സിലാക്കുക. അമേരിക്കയുടെ റോങ് ആയിട്ടുള്ള തീരുമാനം, അമേരിക്കയുടെ ഓലപ്പാമ്പുകായിട്ടുള്ള പേടിപ്പീരെ, അതിലൊന്നൊരില് ഈ ഒരു ഇറാന്റെ ആയിട്ടുള്ള സ്ട്രോങ് പൊളിറ്റിക്കൽ ഡെസിഷൻ മേക്കിംഗ്, എന്തുകൊണ്ട് ഇറാൻ ഈ ഒരു ലെവലിലോട്ട് ചിന്തിക്കാനുള്ള ലോകത്തെ ഒരു കാരണവശാലും ഒരു ശക്തിയുടെ മുമ്പിൽ കീഴടങ്ങാത്തായിട്ടുള്ള ഒരു പവർ ഇന്നിപ്പം ഇറാൻ ആർജിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 248 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു ഈ പ്ലൂട്ടോ വന്നിട്ടൊരു കോമ്പിനേഷനിൽ വന്നു. അതുപോലെ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഓരോ ഗ്രഹങ്ങളെ, അല്ലെ ശനിയെ, അതുപോലെ ശുക്രന്, ഇങ്ങനൊക്കെ ഉള്ള പല ഗ്രഹങ്ങൾ ഇവിടെ കണക്ട് ചെയ്തേക്കാം. ഈ പല ഗ്രഹങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗ്രഹത്തിന്റെ കൂടെ ആ മേളിൽ ആ ഗ്രഹങ്ങൾ പോകുമ്പോൾ അതിന്റെ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ഞാനിവിടെ ഓരോ കാര്യത്തിനും ഓരോ ചാർട്ട്, ഏതൊക്കെ ഗ്രഹത്തിന്റെ മേളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ പാസ് ചെയ്യുന്നു, അത് അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ഓരോ കാര്യങ്ങള് ഇവിടെ ചാർട്ട് കൊടുത്തിട്ടുള്ള അത് മുഖാന്തരം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. മലയാളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള വ്യക്തതയോടല്ല, ഇന്റർനാഷണലി ഒരിടത്ത് ഇങ്ങനെ ഒരു വ്യക്തതയോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. മൈ എക്സ്പെക്ട് വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. എന്റെ ഓരോ സബ്ജക്റ്റും വ്യത്യാസമായിട്ടിരിക്കും. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ ഓരോ പ്ലാനറ്ററി പൊസിഷനും ഓരോ ഡ്രോയിങ്ങും വിത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് ഓരോ കാര്യങ്ങളും ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കിവിടെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ പ്ലൂട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ കണക്ട് ചെയ്താണ് ശനിയാണ്. ശനിയുടെ മേളിൽ പ്ലൂട്ടോ കണക്ട് ചെയ്തേക്കുക. അതേപോലെ കേതുവിന്റെ മേളിൽ പ്ലൂട്ടോ കണക്ട് ചെയ്യുക. അതേമാതിരി ജൂപ്പിറ്ററിന്റെ മേളിൽ കണക്ട് ചെയ്തേക്കുക. അതുപോലെ ചന്ദ്രന്റെ മേളില്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ടിവിറ്റിയാണ്. അപ്പൊ ഈ പ്ലൂട്ടോയുടെ ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലൂട്ടോയുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു റീബർത്തിന്റെ എനർജിയാണ്, പവറാണ്. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള ഒരു ആക്ഷന്, ഒരു സ്ലോ മൂവിംഗ് ആയിട്ടുള്ള എന്നാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന മാതിരി ഇപ്പം ഇറാന്റെ കാര്യം പറഞ്ഞാൽ 100% പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കും. അതായത് ഉയർത്തിനിൽക്കുക. അത് ഒരു മേജർ ചേഞ്ചിനെയാണ് ഇന്ന് ഇറാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ അമേരിക്കയെ തോൽക്കുകയും ഇറാന് മേൽക്കൈ എത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതിന്റെ ഓരോ പ്ലാനറ്ററി പൊസിഷൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഈ പ്ലൂട്ടോ നേരെ കണക്ട് ആകുന്ന ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ബേസ് ആണ്. അതായത് അതിന്റെ ജീവഗ്രഹം. അതിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പം ആ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം നിന്ന പൊസിഷന്റെ മേളിൽ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം പോയി നിൽക്കുന്നു. അപ്പം ആ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല, അപ്പൊ ഈ പ്ലൂട്ടോട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലൂട്ടോ കണക്ട് ചെയ്തേക്കുന്നത് രാഹുവുമായിട്ടാണ്. അതായത് ഓയില് അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രി, ഇതുപോലെ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ പ്രൊഡക്ഷന്. അപ്പൊ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ രാഹുവും പ്ലൂട്ടോയുമായിട്ടുള്ള സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ശനി ഇവിടെ നിൽക്കുന്നു. ശനി എന്ന് പറഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ചാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ. റിട്രോഗ്രേഷനിൽ ശനി നിൽക്കുന്നു. മാത്രമല്ല, ഈ ശനി എന്ന് പറഞ്ഞാൽ വേറൊരു കണക്ടിവിറ്റിയുടെ കൂടെ നമുക്ക് നോക്കേണ്ടി വരും. ഇറാന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ശനി റിട്രോഗ്രേഷൻ ആയിരുന്നു, വക്രത്തിലായിരുന്നു. അപ്പം
അവിടെ പ്ലൂട്ടോയുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി കൂടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹൗസുമായിട്ട് വന്നിട്ട് ശനിക്കുണ്ട്. അങ്ങനെ പ്ലൂട്ടോയുമായിട്ടുള്ള കണക്ടിവിറ്റി കൂടെ ഉണ്ടെന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു പോകാം. അതേമാതിരി ഇവിടെ കേതു എന്ന് പറയുന്ന പ്ലാനറ്റ് 12 ഡിഗ്രിയിൽ ട്രാൻസിഷനിൽ നിൽക്കുന്നു, രാഹുവിന്റെ മേളിലും ശനിയുടെ മേളിലും. അപ്പൊ ശനി അവിടെ ആക്ടിവേറ്റ് ആണ്, രാഹു ആക്ടിവേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു നേതാവിന് അവിടെ കഴിവുണ്ടായി. അങ്ങനെ ആ ആത്മീയതയോടുള്ള കീഴ്വഴക്കം കൊണ്ട് രാജ്യത്തെ രക്ഷിക്കാനുള്ളതും, കാരണം ഇവിടെ പല കണക്ടിവിറ്റി നമുക്ക് കൂട്ടി വായിക്കേണ്ടതായി വരുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നോരോന്ന്, കാരണം ഇതൊരു സബ്ജക്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ചെയ്താൽ പോലും തീരാത്ത ഒരു സബ്ജക്റ്റ് ആണ്. അത്ര രീതിയിൽ ഈ ഒരു ചാർട്ടിനെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ചാർട്ടിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതുവിന്റെ ആയിട്ടുള്ള ഒരു പൊസിഷന് അതെന്ന് പറഞ്ഞാൽ ആത്മീയതയാണ്. അപ്പൊ കേതുവിന്റെ അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കേതു നിൽപ്പുണ്ട്. ഇവിടെ ആ ചാർട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേതു ഓപ്പോസിറ്റ് സൈഡിലെ കേതുവിന്റെ, അതായത് നേരെ ഓപ്പോസിറ്റ് ഒന്ന് കേതുവുമായിട്ട് കണക്ട് ആക്കി. അപ്പം കണക്ട് ആയെന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രതന്ത്രജ്ഞത അല്ലെന്നൊരു അവിടുത്തെ ഒരു ആത്മീയ നേതാവ് ഉയർന്നിച്ചു. ആ ആളിന് സംസാരിക്കാനും എടുക്കാനും ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനും കഴിവുള്ളതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഇവിടെ വന്നു. അങ്ങനെ ആത്മീയമായിട്ടുള്ള ഇറാന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ഒരു കാണിക്കുന്നത്. മാത്രമല്ല ഇനിയും വരാനിരിക്കുന്ന കാലത്തിൽ ഇറാൻ ഇനിയും ഒരുപാട് റിവല്യൂഷണറി ചേഞ്ചസ് വരാനിരിക്കുന്നു. കാരണം അവിടുത്തെ ജനങ്ങളും യങ് ജനറേഷനൊക്കെ ഉയർത്തെഴുന്നേൽക്കാനും അവരിലുള്ള പൗരബോധം വരാനും. അങ്ങനെ പ്ലൂട്ടോ ഇപ്പൊ ജൂപ്പിറ്ററിന്റെ മേളിൽ നിൽക്കുന്നു, കേതുവിന്റെ മേളിൽ കേതു നിൽക്കുന്നു, കൂടാതെ ശനി കേതുവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പം ആത്മീയമായിട്ടും ആ ഒരു തലത്തിലുള്ള ഒരു ഇൻഡസ്ട്രി, ആ ഒരു രീതിയിലുള്ള ജോലി കാര്യങ്ങൾ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല ഈ പറയുന്ന ശനിയും രാഹു, ഇവിടെ ഈ ശനിയും രാഹുവും ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നു. രാഹു എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. കെമിക്കൽ, അതേമാതിരി പെട്രോളിയം പ്രൊഡക്റ്റ്, ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെന്നൊരു അതിന്റെ ഏകദേശം 1400 കൂടുതൽ ബൈ പ്രൊഡക്ട്സുകളും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം രാഹുവിന്റെ റേഡിയേഷൻ ആണ്. അപ്പം രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ രാഹുവും ശനിയും കൂടെ കണക്റ്റായി നിൽക്കുന്നു. രാഹു 25 ഡിഗ്രിയിലും ശനി 18 ഡിഗ്രിയിലും ഇവിടെ കണക്റ്റായി നിൽക്കുകയാണ്. അപ്പം ഈ പ്രൊഫഷന്റെ ആയിട്ടുള്ള ഈ ഒരു ഗ്രഹമാണ് ഈ പറയുന്ന ശനി, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഇവിടെ ഇവർക്ക് ഒരുപാട് ഈ രാജ്യത്തിന് ഒരുപാട് സമ്പത്ത് ഈ പെട്രോളിയം പ്രൊഡക്റ്റിലൂടെ കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഹൗസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹവും ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹവും കൂടെ കണക്റ്റാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ജീവഗ്രഹമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജീവഗ്രഹം. അതുപോലെ അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ അവിടെ നിൽക്കുന്നു. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിന്റെ ഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഇറാനിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തുണ്ടാകും. ഈ ഒരു പറയുന്ന 2043 അകത്ത് ഒരുപാട് മേജർ ചേഞ്ചസ് വരും. പിന്നെ ഇനി ഓരോ പ്ലാനറ്ററി പൊസിഷനെ പറ്റി നമുക്ക് റീഡ് ചെയ്യാനുണ്ട്. അതിന്റെ കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം ജൂപ്പിറ്ററിന്റെയും ചന്ദ്രന്റെയും മേളിൽ ഇപ്പൊ പാസ് ചെയ്യുന്ന സമയമാണ്. എന്ന് പറയാൻ രാജ്യത്തിന് സമ്പത്തിനും പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ ജൂപ്പിറ്ററും ചന്ദ്രനും കൂടെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന്റെ ഗ്രഹം കൂടെയാണ്. അപ്പൊ ഇവർ ഈ പറയുന്ന ക്രൂഡ് ഓയിലെ ഹോർമിസ് കടലെടുക്ക് ത്രൂ ഈ രാജ്യത്തിന്റെ ഒറിജിൻ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാനും ലിക്വിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ലിക്വിഡിന്റേതും കടൽ വ്യവസായത്തിന്റെയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പൊ ഈ കടലിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനും കൂടെ അല്ലെങ്കിൽ ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇറാന് ഇപ്പോൾ നിലവിലുള്ള. മാത്രമല്ല ഇനിയും ശുക്രന്റെ കാര്യമൊക്കെ പറയാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം കൂടെ നമുക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ പറയുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്ന ജീവഗ്രഹം നേരെ ശുക്രന്റെ മേളിൽ കണക്റ്റഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ എന്നുള്ള പൈസയാണ്, സമ്പത്താണ്, ആഡംബരമാണ്. അപ്പൊ ഈ രാജ്യത്തിന് ഈ പറയുന്ന ശുക്രനും ചന്ദ്രനും, അതായത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ ഈ പറയുന്ന ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്രൂഡ് ഓയിൽ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു കണക്ടിവിറ്റി ഈ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ ഈ രാജ്യത്തിന് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കണക്ടിവിറ്റി ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് വിത്ത് റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേമാതിരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കണക്ടിവിറ്റി ഇവിടെ കാണിക്കേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ
രാഹുവും ശുക്രനും, രാഹു എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്ട്സ് ആണ്, ശുക്രൻ എന്ന പൈസയാണ്. ഈ ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ പ്രത്യേകിച്ച് ചന്ദ്രന് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ടിവിറ്റി, ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഇറാന്റെ സമ്പദ്ഘടന ഒരുപാട് ഇനി മുമ്പിലോട്ട് പോകാനുള്ള ഒരു സാധ്യത. പക്ഷെ ഇത് കൂടാതെ ഈ ഡോളറിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈസ് താഴാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ അത് ഓരോന്നോരോന്നും നമുക്ക് അനലൈസ് ചെയ്ത് വരാം. ഇവിടെ പല കാര്യങ്ങളും ഇൻഡയറക്ട്ലി വേറെ ഏതും പറയാനുണ്ട്. ഇതൊരു ബർത്തിയായിട്ടായതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കുറെ കൂടെ കാര്യങ്ങൾ നമ്മൾ അടുത്ത ഓരോ എപ്പിസോഡ് അനുസരിച്ച് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളപ്പോ ഇതിനെപ്പറ്റി എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരില് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. അത് നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. പ്രത്യേകിച്ച് എന്നാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശുക്രനും ചന്ദ്രനും കൂടെ കണക്ട് ആയിട്ട് വന്നു. അപ്പൊ ഈ പറഞ്ഞ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പൈസ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് വേറൊരു കണക്ഷൻ കൂടെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഗോചാരത്തിൽ കൂടെ ജൂപ്പിറ്റർ ഇപ്പം കേതുവിന്റെ മേളിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് അവിടെ ഒരുപാട് തീരുമാനങ്ങൾ മാറ്റം. കേതു എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതാണ്. ആത്മീയമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് ആ രാജ്യത്തുണ്ടാകും. ടോട്ടലി ഒരുപാട് ചേഞ്ചസ് വരും. പ്രത്യേകിച്ച് യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം ഇവിടെ ജൂപ്പിറ്ററിന്റെ മേളിൽ കൂടെ ട്രാൻസിറ്റ് നിൽക്കുകയാണ്. അതുപോലെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം കേതുവിന്റെ മേളില് ട്രാൻസിറ്റിൽ പോവാണ്. കേതു അതേമാതിരി കേതുവിന്റെ മേളിൽ കണക്ട് ആണ്. അപ്പം അവിടെ പൊളിറ്റിക്കലി ആത്മീയമായിട്ടുള്ള ഒരുപാട് ആ ആത്മീയ നേതൃത്വത്തിന് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരാന് അവിടെ പല രീതിയിലുള്ള രാജ്യത്തിന് റിസറക്ഷൻ, അതായത് ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം. കാരണം ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ രാജ്യം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഈ ഒരു ബർത്തിയാട്ട് എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഒരു ബർത്തിയാട്ട് റിവീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അതുപോലെ പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് സൂചിപ്പിക്കുന്നത്. ഇറാനിൽ ഒരുപാട് ബോംബ് വീഴാനുള്ള സാധ്യതകളും അതുപോലെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഈ പറയുന്ന. ഈ പ്ലൂട്ടോ ഒക്കെ ഇപ്പൊ ശനിയുടെ മേളിൽ ട്രാൻസിറ്റ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ രാജ്യത്ത് ഒരുപാട് രീതിയിലുള്ള റിസറക്ഷൻ നടക്കാൻ, അതായത് ഒത്തിരി ഡിസ്ട്രാക്ഷനും ഒരുപാട് നാശനഷ്ടങ്ങൾ വരാനും ആ കൺട്രി ഉയർത്തെഴുന്നേൽക്കാനുമുള്ള ഒരു കഴിവാണ്. പ്ലൂട്ടോ സൂചിപ്പിക്കുന്ന ഡെത്തിനെയും റീബർത്തിനെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ട് അതിന് റീബർത്ത് വരാനും പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മീയ നേതൃത്വങ്ങള് അല്ലെങ്കിൽ അതിന്റെ ഉള്ള ചേഞ്ചസ്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാനും ഈ 2043 ഒരുപാട് ചേഞ്ചസ് വരാനും ടെക്നോളജിക്കൽ റിവല്യൂഷൻ ഉണ്ടാകാനും പല രീതിയിലുള്ള, പ്രത്യേകിച്ച് രാഹു എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഒരുപാട് രീതിയിലുള്ള ഈ മിസൈല് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങള്, നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിവുള്ള പല രീതിയിലുള്ള അഡ്വാൻസ് ടൈപ്പ് ഓഫ് ഡ്രോണുകൾ ഉണ്ടാകാനുള്ള ഒരു കഴിവ്. അങ്ങനെ ഇറാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചെടുക്കാനിരിക്കുന്നു ഈ ഒരു ടൈമിൽ. അതിന്റെ എല്ലാം ഒരു തുടക്കം മാത്രമാണിത്. അതുപോലെ ഈ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശുക്രൻ ആക്ച്വലി ശുക്രന്റെ മേളിൽ കൂടെ ഇറാന്റെ ശുക്രന്റെ മേളിൽ കൂടെ പാസ് ചെയ്യുന്ന സമയമാണ്. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നവരിലും ആ രാജ്യത്തിന് ഒരുപാട് പല രീതിയിൽ ഒരുപാട് പെട്രോളിയം പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സെല്ല് ചെയ്യാനും, പ്രത്യേകിച്ച് നെപ്റ്റ്യൂണും ശുക്രനും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. നെപ്റ്റ്യൂണ് ശുക്രന്റെ മേളിൽ പാസ് ചെയ്യുന്നു, കൂടാതെ ശുക്രന്റെ മേളിൽ പാസ് ചെയ്യുന്നു, ശുക്രൻ രാഹുവിന്റെ മേളിൽ പാസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് രാഹു എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാനും ഉള്ള സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത. അതേമാതിരി ശുക്രനും രാഹുവും കൂടെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചാർട്ട് വരുമ്പം ഉറപ്പായിട്ട് ഈ ഒരുപാട് പൈസ പെട്രോളിയം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം, കെമിക്കല്, അല്ലെങ്കിൽ രാഹുവുമായിട്ടുള്ള ഡ്രോൺസ്, മിസൈൽ, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഫ്യൂച്ചറിലാണ് ഈ ഒരു സമയത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ ഈ വരുന്ന ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത.
നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ പ്ലാനറ്റ് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ പ്ലാനറ്റ് ആണ്. അതേമാതിരി ഒരു ഇല്യൂഷണറി പ്ലാനറ്റ് ആണ്. കളക്റ്റീവ് കോൺഷ്യസ്നസ് ആണ്. കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ പല രാജ്യങ്ങളും ഇറാന്റെ മേളിലോട്ട് കളക്റ്റീവ് കോൺഷ്യസ്നസ് പല രീതിയിൽ വർക്ക് ചെയ്യാനും ഇറാൻ അതിൽ നിന്ന് മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അതുപോലെ ഡ്രീം റിലേറ്റഡ് ആയിട്ട് നല്ല പ്ലാനിങ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പവർ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ നല്ല ലീഡർഷിപ്പിന്റെ ആക്ഷന്, അപ്പൊ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ പല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ആണ് ഈ ഒരു സംഭവം വരുന്നത്, ഈ ഒരു സമയത്ത് ഇറാന് വരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ട്രാൻസിഷൻ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ 14 ഇയേഴ്സ് ആണ്. ഈ 14 വർഷത്തെ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു ചേഞ്ച്, അല്ലാതെ പല ജനറേഷൻ മാറുന്നതിന്റെ ഒക്കെ ഉള്ള ഒരു ഇതാണ് ഈ ഒരു. അതുപോലെ ക്രിയേറ്റിവിറ്റിയുടെ എൻഹാൻസ്മെന്റ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്, ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ ആർട്ട് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഇറാനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള ചേഞ്ച് ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇനിയും വരാനിരിക്കുന്ന ഈ 14 ഇയേഴ്സെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. കുജൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. അതുപോലെ ഗുരു, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ജീവഗ്രഹമാണ്. ഇറാന്റെ മേളിൽ ഒരുപാട് രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു പല ട്രാൻസിഷന്റെ മേലിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ കുജനും ഗുരുവും കൂടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഇറാനിന് പല രീതിയിലുള്ള മുറിവേൽക്കാന്, അതുപോലെ ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നടക്കാന്, അല്ലെന്നൊരു ഈ ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാനമാറ്റങ്ങൾ, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഈ ഒരു വരും പീരീഡ് അല്ല. അതുപോലെ പല രാജ്യങ്ങളുമായിട്ട് പല രീതിയിലുള്ള എഗ്രിമെന്റ് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇറാൻ. അപ്പം മാത്രമല്ല ചന്ദ്രനും ജൂപ്പിറ്ററും കൂടെ കണക്റ്റഡാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷന്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ കൂടെ പല രാജ്യങ്ങളുമായിട്ട് പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കാനും അതിൽ കൂടെ ഈ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരുപാട് സമ്പത്ത് കിട്ടാനും ഒക്കെ ഉള്ള ഒരു അടുത്ത ഒരു സാധ്യതകൾ മാത്രമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ സൂര്യൻ നിൽക്കുന്നു. സൂര്യനും ജൂപ്പിറ്ററും കൂടെ കണക്റ്റഡാണ്. നല്ല ലീഡർഷിപ്പ്, നല്ല അതോറിറ്റിയുടെ ഗ്രഹമാണ് സൂര്യൻ എന്നുള്ളത്, ലീഡർഷിപ്പിന്റെ ഗ്രഹമാണ്. അതുപോലെ ലോകരാജ്യങ്ങൾ പല രീതിയിലുള്ള ബഹുമാനിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ജൂപ്പിറ്റർ, രവി, അങ്ങനെയൊക്കെയുള്ള കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഉള്ള ഒരു വൃത്തിയാട്ടമാണ് ഇറാന്റെ എന്ന് സർപ്രൈസിങ്. മാത്രമല്ല കഴിഞ്ഞ 248 വർഷത്തിലൊക്കെയുള്ള ഇടയ്ക്കുള്ള ഒരു മേജർ ചേഞ്ചാണ് ഇറാനെ ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പല ഗ്രഹങ്ങളും കണക്റ്റഡാണ്. പല ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു രീതിയിലുള്ള ഒരു വൃത്തിയായിട്ടുള്ള കൺട്രിയുടെ ആയിട്ടുള്ള വന്നു കഴിഞ്ഞാലും ഇത്ര ഈ ഒരു രീതിയിലുള്ള ഒരു ഇങ്ങനെ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒക്കെ കണക്ട് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. അതേമാതിരി നോക്കി ഈ ശുക്രനും ഈ നെപ്റ്റ്യൂണും ഒക്കെ ഓട്ടോമാറ്റിക്കലി യുറാനസിന്റെ മേളിൽ കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പല രീതിയിലുള്ള ചേഞ്ചസ്. അപ്പൊ ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യുറാനസ് നിൽക്കുന്നു ഏറ്റവും താഴെ 3 എന്ന് പറയുന്ന കുളത്തിൽ. യുറാനസ് കൂടാതെ തൊട്ടടുത്ത് ജൂപ്പിറ്റർ, അതായത് ഗുരു എന്ന് പറഞ്ഞാൽ ഈ ഔട്ട് സൈഡ് ഈ കോളത്തിന്റെ വെളി കാണിച്ചേക്കുന്ന ട്രാൻസിഷൻ ആണ്. ഈ ട്രാൻസിഷൻ എന്നുള്ള ഈ ട്രാൻസിഷനിൽ പോയിട്ട് യുറാനസിന്റെ മുകളിൽ കണക്ട് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ യുറാനസ് എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ജൂപ്പിറ്ററിൽ നിന്നതും അല്ലെങ്കിൽ ഈ യുറാനസ് പറയുന്ന ഗ്രഹം നിന്നതും അതിന്റെ മേളിൽ കൂടെ യുറാനസ് കയറി കണക്ട് ആകുക. അപ്പം ഇറാന്റെ ജീവഗ്രഹം, പിന്നെ കേതു ആത്മീയമായിട്ടുള്ള ജീവഗ്രഹം. അപ്പം ആത്മീയതയെ അവിടെ സടകുടഞ്ഞെണ്ണിച്ചു. അങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ. അപ്പം അങ്ങനെ യുറാനസ് കണക്ട് ചെയ്ത യുറാനസുമായിട്ടും അതുപോലെ ശുക്രനുമായിട്ടും അതാ ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള ഒരുപാട് പൈസയും സമ്പത്തും ഉണ്ടാക്കാൻ, രാജ്യത്തിന് പല രീതിയിൽ പൈസ ഉണ്ടാക്കാനും സമ്പത്ത് ഉണ്ടാകാനും ഉള്ള ഒരുപാട് സാധ്യത, ഒരുപാട് ചേഞ്ചസ് വരാനും സമ്പത്ത് നശിക്കാനും എന്നാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുമുള്ള ഒരു സാധ്യത. പ്രത്യേകിച്ച് എന്നാൽ ആത്മീയ ലീഡർഷിപ്പിന്റെ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഉണർവും രാജ്യത്തിനും അതുപോലെ ആത്മീയമായിട്ടുള്ള ലീഡർഷിപ്പിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കും പ്രത്യേകിച്ച് എന്നാൽ ഈ പറയുന്ന ഒരു യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം റിബലിയസ് ആണ്. ലോകത്തിൽ ആരും പറഞ്ഞാൽ കേൾക്കാത്തതാണ്. അതുപോലെ രാഹു എന്ന് പറഞ്ഞാൽ റിബലിയസ് ആണ്. ഈ രാഹുവിന്റെ മേളിൽ നിൽക്കുക. അവിടെ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ചേഞ്ചസ്, ആര് പറഞ്ഞാലും കേൾക്കാത്തതായിട്ടുള്ള റോബിൻ ഹുഡിന്റെ ആയിട്ടുള്ള ക്യാരക്ടർ. മാത്രമല്ല യുറാനസും ആ ഒരു രീതിയിലാണ്. ഇങ്ങനെയുള്ള കോമ്പിനേഷൻ. അതുപോലെ യുറാനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ പറയാനാണെന്നൊരു ദ പ്ലാനറ്റ് ഓഫ് റിവല്യൂഷൻ, ഇന്നോവേഷൻ.
അതുപോലെ സഡൻ ചേഞ്ചസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ഈ റിബലിയസ്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ രാഹുവും ഈ പറയുന്ന ഈ റിബലിയസ് ആയിട്ടുള്ള യുറാനസ്, അപ്പൊ ഇങ്ങനൊക്കെ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ക്യാരക്ടറും അങ്ങനെയുള്ള ഒരു പല രീതിയിലുള്ള സഡൻ ചേഞ്ചസ്, സഡൻ ഡെസിഷൻ മേക്കിങ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു തന്റേടവും കാര്യഗൗരവവും ലീഡർഷിപ്പും എല്ലാം ഈ ഒരു രാജ്യത്തിന്റെ വൃത്തിയാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയുമുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു രാജ്യത്തെ പറ്റി സിമ്പിളായിട്ട് പറഞ്ഞ. ഇനി അതുപോലെ കുജൻ ഈ പറയുന്ന ശനിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ശനി റിട്രോഗ്രേഷനിലുള്ള ശനിയുടെ മേളിൽ പാസ് ചെയ്യുന്ന സമയം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഇറാൻ ഇനിയും വരുന്നത്. ഈ 2.5 വർഷം എന്ന ശനിയുമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഈ ഒരു പൊസിഷൻ മാറിയിട്ട് ഈ റിട്രോഗ്രേഷൻ, അതായത് ഇറാന് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ശനി വക്രത്തിലായിരുന്നു. ആ വക്രത്തിലുള്ള അപ്പൊ ഈ ശനി ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിലോ കൂടെ അടുത്ത ഗ്രഹത്തിലോട്ട് പോകുമെന്ന് മനസ്സിലാക്കാം, അടുത്ത ഹൗസിലോട്ട് പോകും. ആ ഒരു സമയത്ത് ഈ ശനിയുടെ മേളിൽ പാസ് ചെയ്യുന്നതായിട്ടുള്ളതാണ് ഗോചാരത്തില്, അല്ലെന്നൊരു ട്രാൻസിഷനും. അതുപോലെ കുജനും ഈ ഒരു പാസ് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് ഷെഡ്, പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മാറ്റങ്ങള് അല്ലെന്നൊരു. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ ഈ ബ്ലൂ കളറിൽ വരച്ചേക്കുന്നത് കുജനെന്ന് പറയുന്നത് ബ്ലഡാണ്, വാരിയറാണ്, ഫൈറ്ററാണ്. ആ കുജനെന്ന് പറയുന്ന ഗ്രഹം പ്രത്യേകിച്ച് ജൂപ്പിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്ററും കുജനും കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹത്തില് ശുക്രന്റെ മേളിൽ കൂടെ കേതു പാസ് ചെയ്യുക. അപ്പം സാമ്പത്തികമായിട്ടുള്ള പല രീതിയിലുള്ള ഇറാന് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കാൻ സാമ്പത്തികമായിട്ട്, അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള പൈസ നേടാം, അതേമാതിരി ഒരുപാട് പൈസ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടാണ് ഈ ഒരു ചാർട്ടിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇപ്പൊ ശനിയും ശുക്രനും കൂടെ ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പം പല രീതിയിൽ ഒരുപാട് പൈസ കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യതയും ഒരുപാട് പൈസ നഷ്ടപ്പെടാനും, പ്രത്യേകിച്ച് കുജനും നെപ്റ്റ്യൂണും ഒക്കെ വന്നിട്ടും അങ്ങനും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇറാന്റെ ബർത്തിയാട്ടിന്റെ ഒരു കോണ് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇതിന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ആയി പോകും.